ഇനി ഇത് വെറും ഒരു സിനിമ സീനല്ല, ഇത് ഉടനെ നടക്കാൻ പോകുന്ന ഒരു സംഭവമാണ്. 2030 ചൈനയിലെ ലിങ്കായ് ഐടെക് ഫാക്ടറിയിൽ നിന്ന് മാത്രം വർഷത്തിൽ 20 ലക്ഷത്തോളം ഹ്യൂമണോയിഡ് റോബോട്ടിനെ നിർമ്മിക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ശ്രദ്ധിക്കണം, അതും ഒരു ഫാക്ടറിയിൽ നിന്ന് മാത്രം. എന്നിട്ട് ഈ റോബോട്ടിനെ മാനുഫാക്ചറിങ് സെക്ടറിലും ഹെൽത്ത് കെയർ സെക്ടറിലൊക്കെ പണിയെടുപ്പിക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ സിനിമയിലുള്ള പോലെ പ്രായമുള്ളവരെ നോക്കലായിരിക്കും റോബോട്ടിൻ്റെ പണി. ഇപ്പോൾ ചൈനയിലൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ ഏജിങ് പോപ്പുലേഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, യൂത്ത് കുറയുകയാണ്. ചൈന മാത്രമല്ല, ഇപ്പോൾ ജപ്പാൻ എടുക്കുകയാണെങ്കിലും കൊറിയ എടുക്കുകയാണെങ്കിലും യൂറോപ്പ് എടുത്താലും അമേരിക്ക എടുത്താലും ഒക്കെ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇതിനൊരു വിപരീതം എന്നൊക്കെ പറയാനുള്ളത് ഇന്ത്യയാണ്. ആൻഡ് ഈവൻ നമ്മുടെ കേരളത്തിൽ പോലും പ്രായമുള്ളവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു, യൂത്തിൻ്റെ എണ്ണം കുറയുകയാണ്. നല്ലൊരു ബിസിനസ് ഐഡിയ ആണ് ഇത്, നല്ലൊരു ഫ്യൂച്ചറാണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷങ്ങൾ കൊടുത്ത് ഒരു നേഴ്സിനെ വെക്കണതിനേക്കാൾ ലാഭമല്ലേ ഒരു റോബോട്ടിനെ മേടിച്ച് വെക്കണത്. അപ്പോൾ അത് എല്ലാ കാലവും പണിയെടുത്തോളും, ശമ്പളം കൊടുക്കണ്ട, ഭക്ഷണം കൊടുക്കണ്ട, ലാഭമല്ലേ.